Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി ഒരു മസാല കടലയുടേതാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ രുചി കടയിൽ കിട്ടുന്ന അതേ സ്വാദോടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഞാനിവിടെ 2 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് വറുത്തതല്ല. ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റെങ്കിലും ഇത് വറുത്തെടുക്കണം. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ സാധാ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചിങ്ങനെ തളിച്ചു കൊടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം. ഇനി ഈ കപ്പലണ്ടി മുക്കി വറക്കാൻ ആവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ട സാധനങ്ങൾ: 1.5 കപ്പ് കടലമാവ്, 3/4 കപ്പ് അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ എടുക്കാം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇവയാണ്. ഇനി ഇതെല്ലാം കൂടെ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മസാല കടല തയ്യാറാക്കാൻ ആവശ്യമായ അളവുകളാണ്. നിങ്ങൾ 1 കപ്പ് കടല എടുക്കുന്നുള്ളെങ്കിൽ ഇതിന്റെ എല്ലാം പകുതി അളവ് എടുത്താൽ മതിയാവും. കാശ്മീരി മുളക് പൊടിയൊക്കെ ഒരു കളറിനൂടെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടെ ഒന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. ഇത് കുറച്ച് കട്ടിക്കിരിക്കേണ്ട ബാറ്ററാണ്. ഇത് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. സ്പൂൺ ഉപയോഗിച്ച് കുഴച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ബാറ്റർ കിട്ടത്തില്ല. ബാറ്റർ ഒരുപാട് ലൂസായി പോയാൽ കപ്പലണ്ടിയിൽ അത് പിടിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ കപ്പലണ്ടി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യാം. മൊത്തം ബാറ്ററും ഉപയോഗിക്കേണ്ടി വരും. എന്നാലും നമുക്ക് കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ബാറ്റർ എല്ലാം നന്നായിട്ട് കടലയെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കണം. കടല വറുത്തെടുക്കുന്നതിന് മുമ്പേ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 കുടം വെളുത്തുള്ളി തൊലിയോടാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചതച്ചെടുക്കാം. കപ്പലണ്ടി വറുത്തെടുക്കാൻ വേണ്ടി എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം. വെളുത്തുള്ളി ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുമിച്ചിട്ടാൽ ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചു പോവും. ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം. മസാല കടല ഉണ്ടാക്കുന്നതിൽ കുറച്ചെങ്കിലും പ്രയാസമുള്ള ഭാഗം ഇതുപോലെ ഓരോന്നായിട്ട് കടല ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇടയ്ക്ക് ഞാൻ കടലയെന്നും കപ്പലണ്ടിയെന്നും പറയുന്നുണ്ട്. ചിലരൊക്കെ ഇതിന് കപ്പലണ്ടി എന്നാണ് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നിലക്കടല എന്നും പറയാറുണ്ട്. മൊത്തം കടല ഇതിലിട്ട് കഴിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പം ഇതായി വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള കടലയും കൂടെ വറുത്തെടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മസാല കടല തയ്യാറായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. ഇതിന് ആവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. ഇത് മതിയാവും. എന്നാലും കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആയിട്ട് വേണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഇപ്പം വറുത്തതിൽ നിന്ന് കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ഇട്ട് കളയരുത്. ഒന്ന് നോക്കിയിട്ട് ഒരു ലേശം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചൂട് കപ്പലണ്ടി ആയതുകൊണ്ട് ഈ മുളക് പൊടിയുടെ ആ മണവോ അതൊന്നും എടുത്തറിയത്തില്ല. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇതൊന്നും ഇടാതെ ആദ്യം കാണിച്ച രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. കടയിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാൻ സാധിക്കുമെന്ന് ഇപ്പം മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.